പ്രജി, തീർച്ചയായിട്ടും ഇപ്പോൾ അറസ്റ്റിന് ശേഷം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ PV അൻവറിൻ്റെ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. വൈദ്യപരിശോധന കഴിഞ്ഞ ഉടൻ തന്നെ നിലമ്പൂരിലെ DYSP ഓഫീസിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ഇന്ന് തന്നെ ഒരു പക്ഷേ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ഇന്ന് തന്നെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഒരു വലിയൊരു രാഷ്ട്രീയ വിഷയമായി എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം, അത് ആ രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ PV അൻവർ എല്ലാം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതിൽ താനൊരു ഗൂഢാലോചന അടക്കം സംശയിക്കുന്നുണ്ട്. പിണറായി വിജയനും അതുപോലെ തന്നെ P ശശിയും ഒക്കെ തന്നെയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, തൻ്റെ അറസ്റ്റിലേക്ക് കടക്കുന്നതിന് പിന്നിൽ അവരാണ് എന്ന തരത്തിലായിരുന്നു PV അൻവറിൻ്റെ പ്രതികരണം നേരത്തെ തന്നെ വന്നിരിക്കുന്നത്. അറസ്റ്റിനോട് ഏത് ഘട്ടത്തിലും സഹകരിക്കാം എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നു, ശേഷം അറസ്റ്റ് നടപടിയിലേക്ക് മടക്കുന്നു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കണ്ട പോലെ PV അൻവറിനെ കാത്ത് ഒരുപാട് ആളുകൾ ഈ PV അൻവറിൻ്റെ വസതിക്ക് മുൻപിൽ, PV അൻവറുടെ വസതിക്കുള്ളിൽ ഈ രണ്ട് തരത്തിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും അൻവറിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ടുള്ള വലിയ മുദ്രാവാക്യങ്ങൾ, അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് ഒരു കൂട്ടം പ്രവർത്തകരെത്തി അത് തടയാൻ ശ്രമിക്കുന്നു, പോലീസുമായി വാക്കേറ്റമുണ്ടാവുന്നു, പോലീസുമായി സംഘർഷത്തിലാവുന്നു. വളരെ പാടുപെട്ടാണ്, വളരെ ഒരു സംഘർഷാവസ്ഥ, ആ സംഘർഷാവസ്ഥയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ PV അൻവറിനെ വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ പോലീസിൻ്റെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതിനപ്പുറം അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന രൂപത്തിലുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നിലമ്പൂർ പോലീസ് ഇതിൽ FIR ഇട്ടിരിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അദ്ദേഹത്തെ വന്ന് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. മജിസ്ട്രേറ്റ് മുന്നിലേക്ക് ഹാജരാക്കുമെന്നാണോ നമ്മൾ സൂചന പ്രകാരം മനസ്സിലാക്കേണ്ടത്? കാരണം നാളത്തേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തകരൊക്കെ തന്നെ സംഘടിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അത് ഒഴിവാക്കി ഈ വൈദ്യപരിശോധനയിൽ കടന്നുവെങ്കിൽ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും കാണാമല്ലേ? പ്രജീഷ്, ഈ നിമിഷം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം നാടകീയമായ രംഗങ്ങൾ നടത്തി അൻവറിനെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി ആ നടപടികൾ പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരവും. ആ നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കുകയും ചെയ്യും. ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 15 മണിക്കൂറോളം ഈ മണി എന്ന ഈ മരിച്ച ഈ ആദിവാസി യുവാവിൻ്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിരുത്തരപരമായ സമീപനം സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. അതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ശേഷം അവിടെ നാമമാത്രമായ ഒരു 10-ൽ കൂടുതൽ പ്രവർത്തകർ മാത്രമാണ് ആ സമയത്ത് DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കാനുണ്ടായിരുന്നത്. ആ പ്രതിഷേധത്തിനു പിന്നാലെ അപ്രതീക്ഷിതമായി അടച്ചിട്ട DFO ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറക്കുന്നു. അകത്തേക്ക് കയറി ആദ്യം ട്യൂബ് ലൈറ്റ് പൊട്ടിക്കുന്നു, പിന്നീട് അതിനു പിന്നാലെ അവിടെ കൂട്ടിയിരുന്ന മേശകൾ തല്ലിയൊടിക്കുന്നു. അകത്തുണ്ടായിരുന്ന വാതിലും ചവിട്ടിപ്പൊളിച്ച് പ്രവർത്തകർ കോണിപ്പടി കയറി മുകളിലേക്ക് കയറുന്ന സമയത്താണ് പുറത്തുണ്ടായിരുന്ന ഒരു കൂട്ടം പ്രവർത്തകർ അകത്തേക്ക് ചെന്നുകൊണ്ട് ഇനി ആക്രമവുമായി, ആ സംഘർഷവുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്നത്. മറ്റ് 10 പേർ കൂടി ഉണ്ടല്ലോ, അവരുടെ അറസ്റ്റ് എല്ലാവരുടെയും രേഖപ്പെടുത്തി അവരെയും വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചോ? മുഴുവൻ പേരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സമയം മനസ്സിലാക്കുന്നത്. അതിൽ പലരും ഈ പ്രവർത്തകരായിട്ടുള്ള പലരും ഈ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി, അതുപോലെ തന്നെ വയനാട്, പനമരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഉള്ളവരാണ്. പൂർണ്ണമായിട്ടും മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഈ നിമിഷം മനസ്സിലാക്കുന്നത്.